അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് കുവൈത്തിൽ 2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായത്. പ്രവാസികളായ ഇന്ത്യക്കാർ അവിടെ ഒരു ലേബർ ക്യാമ്പിലുണ്ടായ വിചാരിതമായ ആകസ്മികമായുണ്ടായ ദുരന്തം. അതിൽ 45ഓളം ഇന്ത്യക്കാർ അതിൽ മരണത്തിന് വിധേയമായി. 25ഓളം മലയാളികളാണ് അവിടെ മൃത്യുവിന് ഇരയായത്. നമുക്കറിയാലോ, സ്വന്തം കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി നാടും വീടും കുടുംബങ്ങളെയും വിട്ടുകൊണ്ട് വിദേശ രാജ്യത്ത് ചേക്കേറുന്ന പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടാണ് അവരവിടെ ജീവിച്ചത്. ഇപ്പോൾ മരിച്ചവർ പക്ഷേ അതെല്ലാം ബാക്കിയാക്കി ദൈവത്തിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവരിപ്പോൾ 6 അടി മണ്ണിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. മലയാളികളായ 25ഓളം പേര് തന്നെ അതിലുണ്ട്. അതൊക്കെ നമ്മെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്നു. അവരിൽ എല്ലാവരും ഇന്ന് നാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പോഴും അവിടെ ആശുപത്രിയിൽ ആളുകളുണ്ട്. ഈ ദുരന്തത്തിൽപ്പെട്ട 27ഓളം പേര് ഇപ്പോഴും അവിടെ വിവിധ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. അതിൽ തന്നെ ഗുരുതരമായ അവസ്ഥയിലുള്ള ഒരു 9ഓളം പേരാണുള്ളത്. അപ്പോൾ അവിടെ കുവൈത്തിൽ അവിടുത്തെ ഗവൺമെൻറ് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് അതോറിറ്റികളും ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനി. കൂട്ടായ സ്വദേശി KP നൂഹിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്.